ഹലോ ഹലോ ഹായ് മുത്തുമണ്ണിലെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു ചെറിയ യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓൺ വോയിസിലുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇന്നൊരു കാര്യം കൂടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇന്ന് ഞാൻ യാത്ര എന്ന് പറഞ്ഞില്ലേ, വേറെ ഇങ്ങോട്ടല്ല, കന്യാകുമാരിയിലേക്കാണ് കേട്ടോ യാത്ര. ഒരു കൊച്ചു യാത്രയാണ്. നമ്മുടെ യാത്രയ്ക്കൊപ്പം നമ്മുടെ അനുജക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. ഞങ്ങൾ മോർണിംഗ് 7 o'clock കേട്ടോ രാവിലെ തിരിച്ചത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ 2 വീലറിൽ ഇത്രയും ഒരു വലിയ ലോങ് പോകുന്നത് കേട്ടോ. ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ നിന്ന് അപ്പവും നെയ് റോസ്റ്റും പിന്നെ എനിക്ക് പൂരി സെറ്റൊക്കെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു യാത്ര പോകുന്ന ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്നുള്ള യാത്രയായിരുന്നു. കുഞ്ഞിനാളിനെയാണ് കേട്ടോ ഞാൻ കന്യാകുമാരി പോയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പോയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ കന്യാകുമാരിയിലേക്ക് പോകുന്നത്. പറഞ്ഞാൽ ഇതുവരെ കന്യാകുമാരി കാണാത്തവർ ഉറപ്പായിട്ടും ഈ റൂട്ട് പോവുക കേട്ടോ. വേറെ ഒന്നും കണ്ടല്ല, ഒരുപാട് കാണാനും രസിക്കാനും ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കന്യാകുമാരി ട്രിപ്പ് എന്ന് പറയുന്നത്. എനിക്ക് പറയാളെന്ന് വെച്ചാൽ ഏറ്റവും ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു യാത്രയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി ഒന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു യാത്ര. അങ്ങനെ അവസാനം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കന്യാകുമാരിയിൽ റീച്ച് ആയിട്ടുണ്ട് ഗൈസ്. കന്യാകുമാരിയിൽ പുതുതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് വന്നപ്പോൾ പിന്നെ എല്ലാവരും അതിൻ്റെ പിന്നാലെ കേട്ടോ. അവിടെ കയറുന്നതിനായിട്ട് 300 രൂപയും പിന്നെ ബോട്ടിങ്ങിൽ പോകണമെങ്കിൽ 100 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തിക്കും തിരക്കും തോന്നിയതുകൊണ്ട് നമ്മൾ ക്യൂവിൽ നിൽക്കാനായിട്ട് നിന്നില്ല. നേരെ ബീച്ചിലോട്ട് പോകാമെന്നുള്ള പ്ലാനിലായി. പോയിട്ടുള്ളവർക്കറിയാം, ഒരുപാട് ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ 5 രൂപയ്ക്കും 10 രൂപയുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ പോകുന്ന വഴിക്ക് ഗുൽഫി ഉണ്ട് കേട്ടോ. സഹിച്ചില്ല. പിന്നെ ഞങ്ങൾ 5 പേരും ഗുൽഫി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അറിയാൻ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പക്ഷേ അതൊന്നും കഴിക്കുന്ന നൊസ്റ്റാൾജി അത് വേറെ ലെവലാണല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. സമയം ഏതാണ്ട് 3 മണി ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് അത്യാവശ്യം നല്ലൊരു ബിരിയാണി കഴിച്ചായിരുന്നു. ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോയത്. കാരണം സമയം വളരെ ചുരുക്കമാണ് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പിന്നെ ഇറങ്ങാൻ നിന്നില്ല. നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് ഒരു 6-6:30 മണിയായി. എങ്കിലും മറക്കാനാക്കാത്ത ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് ഇപ്പം പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി, അതാ വീഡിയോ എടുത്തത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.